ഞങ്ങളുടെ MLA-യും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ്. കേരളത്തിൽ ഇത്രയധികം കോൺട്രവേഴ്സീസിലും ഇത്രയധികം പ്രശ്നത്തിലും ഏർപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല. അങ്ങനെ ശരിക്കും ഇത്രയധികം വിവാദങ്ങളാകപ്പെട്ട വേറൊരു മന്ത്രി ഇല്ലെന്ന് തന്നെ വേണം പറയാം. 10 കൊല്ലമായിട്ട് അവിടെ കോഴഞ്ചേരി പാലത്തിന്റെ പണി നടക്കുക. താങ്കൾ മന്ത്രിയായിരുന്നു, ആ പാലത്തിന്റെ പണി ഇപ്പോഴാണ് തീരാറായത്, തീർന്നിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിന്റെ റീസൺ എനിക്ക് അറിയണം. ഈ കത്രിക കേസിൽ എന്താണ് അന്വേഷണം ഇപ്പൊ നടന്നത്? അതിനുശേഷമുള്ള അപ്ഡേറ്റ് എന്താണ്? ഫോർസെപ്സിന്റെ കാര്യത്തിൽ ശരിക്കും ഇത് നിങ്ങൾക്ക് രാജിവെച്ചുകൂടെ മന്ത്രി? നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോകൂ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖല തകർന്നു, വെന്റിലേറ്ററിൽ. ഇതൊരു നരേറ്റീവാണ്. ഓക്കെ, ആർക്കൊക്കെ ഒരു തകർന്നായിട്ട് കാണിക്കണം. അതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉറപ്പായിട്ടും കാണിക്കണം. അവര് വിവരദോഷികളാണെന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാനല്ലെന്ന്. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അപ്പൊ ഈ ഒരു മരുന്ന് ക്ഷാമം എന്നുള്ളത് നമ്മളിപ്പോ ഞാൻ തന്നെ എല്ലാവരും ഡോക്ടേഴ്സിനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇത് മേൽനോട്ടം വഹിക്കണം. ഏതെങ്കിലും ഒരു 30% ഏതെങ്കിലും ഒരു മരുന്ന്, ഇപ്പോൾ പ്രമേഹത്തിനുള്ളൊരു മരുന്ന് 30% ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് വെക്കാം. 30% ആകുന്നതിന് മുൻപ് അറിയിക്കണം. വെയർ ഹൗസിൽ മരുന്ന് സപ്ലൈ ചെയ്തിരിക്കണം. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഈ മരുന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഇവിടെ പ്രവർത്തിക്കേണ്ടവർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടല്ലേ? അത് തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കുമോ? നിനക്ക് കുരു കൊണ്ടുപോകൂടാ. വിവരമില്ലാത്ത മന്ത്രിയെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ